അപ്പം നേരത്തെ കണ്ടതിൻ്റെ ബാലൻസ് ആണ് ഇത്. ഇതിൽ ഞാനിപ്പോൾ പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ കൊറിയാൻഡർ പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നീട് കുറച്ച് ഗരം മസാല. ഇത്ര മാത്രമാണ് ഞാൻ പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായി വഴണ്ടതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ തന്നെ കുക്കാവുമ്പം വെള്ളം ആക്ച്വലി ഇറങ്ങി വരും. ഇല്ല നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അധികം ലൂസായിട്ടൊന്നും കിടക്കേണ്ട ഒരു ഗ്രേവി അല്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇതുണ്ടാവുക. ഇത് നന്നായി കുക്കായി വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കറിവേപ്പില മുറിച്ചിടുകയാണ് ചെയ്തത്. ഒരു സൈഡിൽ ഞാൻ പുട്ടുപൊടി റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുട്ടുപൊടി നമ്മൾ എങ്ങനെയാണോ സാധാരണ പുട്ടുണ്ടാക്കുന്നത് അതേപോലെ തന്നെ പുട്ടുപൊടി അതിൻ്റെ അകത്തേക്ക് ഇടുക. അതിൻ്റെ മുകളിൽ തേങ്ങ ഇടുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഈ സംഭവം ഇടുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പുട്ടുപൊടി, പിന്നെയും ഈ ചിക്കൻ, അങ്ങനെ ഇട്ട് ഇത് സാധാരണ ആവി കയറ്റുന്ന മാതിരി കയറ്റിയെടുത്താൽ നല്ല ചിക്കൻ പുട്ട്